എന്തോ പറയാനാ പോവാ ഇന്ന് കല്യാണം രാജപാള്. ഇനി ഞങ്ങളുടെ കളി തമിഴ്നാട്ടിൽ. ഇപ്പം നമ്മൾ ആളിനെ എടുക്കുന്നിടത്തോട്ട് വന്നു. ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ കയറ്റി ബാക്കി ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും കയറ്റിക്കൊണ്ടിരിക്കുന്നു. സുരാജ് ഗ്യാസ് കുറ്റിയും സ്റ്റവ് അതില് ആയിരിക്കും കേട്ടോ കേട്ടോ വെച്ചാലേ സുഖമായിട്ട് 10 കസേര ഇതിനകത്ത് കൊണ്ടുവന്നില്ലെന്ന് പിന്നെ ഇനി പലചരക്ക് സാധനങ്ങളൊക്കെ കയറ്റാം. നമ്മൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ മേളിലായി. അപ്പം 8 മണിക്ക് പുറപ്പെടുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയായിട്ടും ഇവിടെ വന്നിട്ടില്ല. കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വണ്ടി ഇരിപ്പുണ്ട്. ഇനിയും കുറച്ച് പേരോട് ഇറങ്ങാറുണ്ട്. 8 മണിക്ക് വണ്ടി എടുപ്പിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ എന്തോ സാങ്കേതിക കാരണത്താൽ ആൾക്കാരൊക്കെ ഇനിയും വരാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അഭി കട്ടൻ ചായയൊക്കെ അടിച്ചിട്ട് നിദ്രയൊക്കെ വെടിഞ്ഞ് എന്തൊക്കെയോ ചിന്തയിലൊക്കെ മുഴുകിയിരിക്കുക. എന്ത് ചിന്തയാണെന്ന് ചോദിക്കുന്നത്. നമ്മളെല്ലാം ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് എടുക്കാൻ പോകാം. നമ്മളെ ചേട്ടനുണ്ട് കൂടെ. ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. രാത്രി ലൈറ്റായിട്ട് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേറെ ഏതോ ഒരുത്തം കിടപ്പുണ്ടല്ലോ. അവിടെ അത് ഫുൾ വൈറ്റില് വെറൈറ്റിയാണ് കേട്ടോ. ഈ ശബരിമല സീസൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ കൂടുതൽ സ്ഥലമില്ലാത്ത വഴിയാണ്. ഇപ്പോൾ കണ്ടില്ലേ വിജനമായിട്ട് കിടക്കുന്നത്. ഇത് അവിടെ ഇവിടെ എല്ലാം തട്ടുകടകളും കാര്യങ്ങളും ഒക്കെ അനേകമുണ്ട്. ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇനിയും തെമ്മല റൂട്ടാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. തെമ്മല റൂട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ടല്ലോടാ, ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. കഴിച്ച് ഞങ്ങൾക്ക് അത് വിട്ടുപോയി കഴിച്ചു. ഞങ്ങളന്ന് അതെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും കഴിക്കുന്ന വിശപ്പിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒത്തിരി കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടി നമ്മളാണെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങി ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളതിന് ശേഷം തെമ്മല റൂട്ട് കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. റോഡൊക്കെ മോശം റോഡാണ്, വീതി കുറവാണ്. ഒന്നാമത് വീതി കുറവാണ്. അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്. സീസൺ ആകുമ്പോൾ മാത്രം പാച്ച് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന റോഡാണ്. ഇതൊരു മാറ്റവും ഇല്ലാത്ത വഴി. ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലം മുതലുള്ള പാലമാണെന്ന് തോന്നുന്നു ഇല്ലേ? ഈ റോഡ് എന്ന് വെട്ടിയോ അന്ന് മുതലുള്ള പാലമാണെന്ന് തോന്നുന്നു. ഗൈസ് നോക്കൂ ഗൈസ്, ഒരു തോട് വലിയൊരു കയ്യാല ഇറങ്ങി കയറിയതിൻ്റെ കൂടെ ഉണ്ട്. നാഷണൽ പെർമിറ്റും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറച്ചിടം അങ്ങോട്ട് പോകുന്നിടത്ത് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റും ഇല്ലേ? ഉണ്ടോ? മ്ലാവിനെ കാണാം, കാട്ടുപോത്തിനെ കാണാം. അങ്ങനെയൊന്നും ഇറങ്ങത്തില്ല, വണ്ടിത്തിരക്കാണ്ട് റോഡിലോട്ട് അങ്ങനെ അത് ഇറങ്ങത്തില്ല. ഇതിൽ തന്നെ നമ്മൾ ഡാമിൻ്റെ തൊഴി പോവാണ്, തെമ്മല ഡാമിൻ്റെ തൊഴി കയറി പോവാണ്, നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ആ തിരിയുന്ന റോഡ് നമ്മൾ കാണിക്കാം.
രാത്രിയായാൽ തമിഴ്നാട്ടിലുള്ള ലോറിയുടെ നല്ല തിരക്കുള്ളതും അതെ അതെ അതെ. അതുകൊണ്ട് വളരെ നാഷണൽ പെർമനൻ്റ് ഒക്കെ പടപടാന്നാ കയറി വന്നിട്ടിരിക്കുന്നത്. പത്തമ്പല ഡാമിലോട്ടുള്ള റൂട്ട് നമുക്ക് നേരെ പോകാം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഒത്തിരി സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് ആ റെയിൽവേ പാളം ഉണ്ടല്ലോ അവിടെ കാണാം. ആ അത് ശിവഗിരി കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ കേരളത്തിലേക്കുള്ള പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഇടത്ത് പിടിക്കല്ലേ പലവ്യഞ്ജനങ്ങൾ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനങ്ങളായി കെട്ടിപ്പൊഞ്ഞ് കൊണ്ടുവരുന്നത്. ഉറക്കൊളച്ച് ഇല്ലേ കിലോമീറ്റർ താണ്ടി കൊണ്ടുവരുന്നത്. അത് പുച്ഛത്തിൽ പറയും പാണ്ഡിതോരിക്കാർ എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാക്കും. ഒരിക്കലും അങ്ങനെ പറയരുത്. അപ്പം നമുക്കിതിനൊക്കെ ബഹുമാനമുണ്ട്. നമ്മളെ പിന്നെ പക്ഷേ ഇവർക്ക് പരിപാടിയുണ്ട്. നമുക്ക് സൈഡിൽ തെറ്റില്ല, ഡിമ്മു അടിച്ചു തരത്തില്ല. മണ്ടക്കോട്ട് കയറ്റി വെച്ച് ലോഡും വണ്ടിയിൽ നിന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഒതുക്കി കൊടുക്കുന്നത്. പക്ഷെ അവരാണെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേരെന്തുവാ? സുബിൻ. എവിടെ താമസിക്കുന്നത്? അങ്ങാടിക്കൽ. ഇത് നമ്മുടെ കൂടിയ നമ്മുടെ നൻപനാണിത്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാ. ഞങ്ങളുടെ അവസ്ഥ അറിയാത്തോണ്ടോ ഇപ്പം യൂട്യൂബർമാരാ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആൾക്കാർ അസുരം കിട്ടാൻ പറ്റില്ല. നമ്മളെ കണ്ടൊക്കെ എടുത്ത് അന്നേരം തന്നെ എടുത്ത് അങ്ങ് പോസ്റ്റു എയറിൽ അങ്ങ് കയറ്റുവാനേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പോകുന്ന വായത് എൻ്റെ വീഡിയോ കണ്ടോണ്ട് വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. താമസിയാതെ വരും, വൈറലാകും. സർ പർസ് ഇവിടെ മൊത്തം അണ്ണം വണ്ടിയായി ഇപ്പോൾ ഇറങ്ങി വന്നിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേരള വണ്ടി വരും. അതെ അത് കേരള. ഇന്നത്തെ സത്യത്തിൽ എന്തായിരിക്കും ആക്കി കൊണ്ടുവന്നത്? കള്ളാണോ? മൊത്തം ക്യാനോ? ഇനി അതോ ഇനി കലക്കി കൊണ്ടുപോകാമെന്നോ? ഓണത്തിനൊക്കെ അടിച്ചിറക്കാൻ മാറ്റാനുള്ള കോട കൊണ്ടുപോകാമെന്നോ? ഇതൊന്നും കാണത്തില്ല. ഇത് വളരെ പ്രത്യേകത ഉള്ളൊരു റെയിൽവേ ക്രോസാണ്. ഒറ്റോട്ടൊന്നും കാണുന്നില്ല. അതെ അതെ ചെയ്യാന്ന് തുടങ്ങുന്ന പാട്ട് ഇവിടെ കഴിഞ്ഞിടവരെയും കുഴപ്പമില്ലായിരുന്നു. നല്ല കുടിയായിരുന്നു. അപ്പോൾ അതെല്ലാം വലിച്ചിളക്കി. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണ്. റോഡിൻ്റെ ഒതുക്കമായിരിക്കും. ആ പുതിയ പാലത്തിലോട്ട് കയറുന്നിടത്ത് ഒതുക്കമായിരിക്കും. കോഴിക്കോട് എടുത്തേരെ. നമുക്ക് നാളെ കഞ്ഞി വെക്കുമ്പോൾ നമുക്ക് തീയരിക്ക് എടുക്കാം. ഇവിടെയൊക്കെ നമ്മൾ പകരം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല ഇപ്പം ഇപ്പോഴത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി തിരുതരാന്ന് വരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള തമിഴ്നാട് ബോർഡറിലേക്കുള്ളതല്ല. കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് 9-10 കിലോമീറ്റർ അകത്താണ് പാതിരി വാട്ടർഫാൾസ്. ഇനിയൊരു നല്ലൊരു റെയിൽവേ ഒരു സ്ഥലത്തെ പേരാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ആ ബോർഡ് എല്ലാവരും ഒന്ന് വായിക്കണം. ഇവിടെയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ രാത്രി വരുമ്പോൾ കടകളൊക്കെ ഉണ്ട്. ഇപ്പം കടകളൊന്നും അങ്ങനെ അധികമൊന്നുമില്ല. മിക്ക ഡ്രൈവർമാരും വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാവരും ഇടത്തോടെ കാണുന്ന ആ പേരൊന്ന് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. വായിക്കാൻ പറ്റുന്നത് വായിക്കണം. ഓക്കെ
ആ ഇരുട്ടിൻ്റെ മറവിനെ നമ്മളാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. കിട്ടിയില്ലയോ എന്ന് അറിയത്തില്ല. കണ്ടതിന് ശേഷം നിങ്ങളത് കമൻറ്റ് ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി വരുമ്പോൾ ഇവിടെ പതിപ്പിച്ചിട്ട് അകത്തോട്ട് കയറി പോകും. നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് വേണം പതിപ്പിക്കുക. ഇത് 2 ചെക്ക് പോസ്റ്റ് ഒന്ന് മേളിലുണ്ടല്ലോ. താഴെ രാവിലെ ഒരു മെസ്സേജ് ലഭിക്കും. ഇതാണ് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ രാത്രി കർശനമായിട്ട് നല്ല പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആര്യങ്കാവ് ടെമ്പിള് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഇവിടെ അയ്യപ്പ സീസൺ ആയി കഴിഞ്ഞാൽ റോഡൊക്കെ നല്ല തിരക്കായിരിക്കും റോഡൊക്കെ. രാത്രി കടകളൊക്കെ അത്യാവശ്യം 1-2 കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത്രയും തിരക്കുള്ള റോഡാണ്. ഇത്രയും നല്ല തിരക്കുള്ള റോഡായിട്ടാണ് ഇങ്ങനെയുള്ളത് വരുമ്പോൾ റോഡിന് ഒട്ടുമേ വീതിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാര്യം. അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നല്ല വളവും തിരിവും. അതുകൊണ്ട് തന്നെ റോഡിന് വീതിക്കുറവെന്ന് പറയുമ്പോൾ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ പിന്നെ ചവിട്ടുമ്പോൾ കിട്ടത്ത് വരുന്നതാണ്. നമ്മൾ തമിഴ്നാട് ബോർഡർ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യം ചില സമയത്തൊക്കെ ഇതുവഴി വരാമെങ്കിൽ നമുക്ക് ഈ മ്ലാവ്, കാട്ടുപോത്ത് അതിനെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. വണ്ടി തിരക്ക് അതുകൊണ്ട് കൊണ്ടായതുകൊണ്ട് അത് ഇറങ്ങത്തില്ല, നല്ല ഇറങ്ങും. പക്ഷെ അങ്ങനെ കാണാൻ ചുരുക്കമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം റോഡിന് വീതിയുണ്ട്. ഇടിമെന്ന് പറഞ്ഞ സാധനമേ അവരടിക്കുന്നില്ല. ഡയറക്റ്റ് കയറി ഞാൻ പോരുക. വലുതും ചെറുതുമായിട്ടുള്ള വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ചരക്ക് സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞിങ്ങനെ നമ്മുടെ കേരളത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഏതാനും നിമിഷങ്ങൾക്കാണ് നമ്മൾ തമിഴ്നാട് ബോർഡർ കണ്ടു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും വണ്ടി ഒന്നും രാത്രി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മണ്ണിടിച്ചിൽ, അതുകൊണ്ട് കാട്ടാന ശല്യം അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് രാത്രി വണ്ടി പാർക്ക് ചെയ്യുന്നത് അപകടമാണ്. അതുകൊണ്ട് തന്നെ കള്ളന്മാരുണ്ട് അല്ലേ, വണ്ടി കുത്തി തുറന്ന് മോഷണം നടക്കാൻ ചാൻസ് ഉള്ള ഏരിയ തന്നെയാണ്. ദേശീയ വാഹനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ
പകലേ ഉള്ളൂ തിരക്കും കാര്യങ്ങളും കടകളും. ചെറിയ ചെറിയ പാനീയങ്ങളൊക്കെ വയ്ക്കുന്ന ചെറിയ കടകളും. അത് ഏകദേശം ഒരു ആളൊഴിയുന്ന സമയം വരെയൊക്കെ കാണുള്ളൂ. ഒരു 6-7 മണി വരെ, 6 മണി വരെയൊക്കെ കാണുള്ളൂ. അതിന് ശേഷം എല്ലാം ക്ലോസ് ആവും. നമ്മൾ കേരളത്തിനോട് ഒരു ദിവസം ഇവിടെ വന്ന് തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുന്നു. ഈ തമിഴ്നാട് ഗ്രാമഭംഗികളാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാനൊക്കെ ഇറങ്ങിപ്പോകണം. അതേ അതിൻ്റെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലോഡുമായിട്ട് വരുന്ന വണ്ടികളാണ്. അവന്മാർ ഒരിക്കലും കയറ്റത്ത് ചവിട്ടി തരത്തില്ല. അത് നമുക്ക് റോഡും ഇവിടെ ഇത്ര കുറച്ചിട വരെ മോശം. എന്താ അത് എന്താ അത് വർണ്ണശബളമായ കേരള വണ്ടികൾ. പണ്ടൊക്കെ ടൂറിസ്റ്റ് വണ്ടിയായിരുന്നു ഇങ്ങനെ പല നിറത്തിലുള്ള ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച് പോകുന്നത്. ഇപ്പം ടോറസയിലാണ് മൊത്തം കളി. അവൻ വലിയ മുട്ടിക്കയറി വരുക കേട്ടോ. അവൻ വലിയ മുട്ടിക്കയറി വരിക. പക്ഷെ അവൻ്റെ ചെവിയിലൊരു ഫോണും ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക കേരള പാതിയല്ലേ. അതിൻ്റെ ആണ് ഇത്രയും വലിയ കുഴി. ഇതൊക്കെ സ്ഥിരം ചരക്ക് ഗതാഗതം നടക്കുന്ന വഴികളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കിയിടേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുള്ളതാണ്. നമ്മുടെ ദേശീയ ആനമൃഗം വണ്ടി പോയി. ആനവണ്ടി നമ്മളെത്തിയല്ലേ തമിഴ്നാട്ടിൽ. അങ്ങനെ പതിയെ പതിയെ റോഡിൻ്റെ സ്വഭാവ രീതികളൊക്കെ മാറാൻ തുടങ്ങുകയാണ്. അത് പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. അത്ര തന്നെ സാധനം കയറി വരുന്നതെന്ന് അറിയത്തില്ല. ആ കിണർ കിണർ കിണർ. നിങ്ങൾക്ക് റോഡ് വേണോ കുളം വേണോ? അത് നമുക്കിവിടെ ഉള്ളൂ. നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഓടി നിൽക്കണ്ടേ. ബ്രൈറ്റ് പണി. തൊട്ട് താഴെയോടെ ഒരു ചെറിയൊരു ഹെയർപിൻ ഉണ്ട്. അവിടുത്തെ ബ്ലോക്കാണ്. വണ്ടി താഴെ നിന്ന് കയറി വരുമ്പോൾ ഇറങ്ങി പോകാൻ ഉള്ള സ്പേസ് ഇല്ല. പച്ചിലൂർ കടക്കട ഒരു പിക്കപ്പിനകത്ത് കയറ്റി വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ? പതിയെ പതിയെ വണ്ടികൾ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ ഇറങ്ങാനും പറ്റുന്നുണ്ട്. അതേതോ വണ്ടി എന്ന് പെട്ടായെന്ന് തോന്നുന്നു. അവിടെ ഒരു വണ്ടി തിരിക്കുക.
ഇതുകൊണ്ടുള്ള ആൾക്കാരാണ് ഓരോ പണി ഒപ്പിച്ച് വെക്കുന്നത്. ഇങ്ങനെയുള്ള കാറുകാരൊക്കെയാണ് സത്യം പറയാം ലൈസൻസും കട്ട് ചെയ്ത് ചാടിച്ചു കൊടുക്കും. തമിഴ്നാട് കയറി കഴിഞ്ഞ് കട്ടറ കഴിഞ്ഞു. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ. പകൽ വന്നെങ്കിൽ അതിൻ്റെ കാഴ്ച ഇല്ലയോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ കടന്നു പോകും. ഇവൻ്റെ പുറകെ കാണിക്കാം. ഗൈസ് രാജപാളയത്തിൻ്റെ ബോർഡ് ഉണ്ട് 82 കിലോമീറ്റർ ഇവിടെ. നമുക്ക് മാമൂല് കൊടുത്തേ പറ്റും ഇവിടെ. നമുക്ക് പോട്ടെ ആദ്യം. നമ്മുടെ വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. നമുക്കിനി RTOPC പോയി പൈസ അടക്കണം. അവിടെ ചെന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ നൈസായി നമ്മൾ ഷൂട്ട് ചെയ്യും. ഓക്കെ, അനേകം വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. ഗൈസ് നോക്ക് ഗൈസ്, ഈ ഒരു സീലിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്ററോടെ നമുക്ക് ഓടേണ്ടിയായിരുന്നു. നമ്മുടെ വാഹനത്തിലെ യാത്രക്കാരൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് പാതി പേര് ഉറക്കത്തിലാണ്. എന്താ അഴക് കിടക്കുന്ന കണ്ട. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് നമ്മുടെ പേപ്പറൊക്കെ പതിപ്പിച്ചു, സ്റ്റാമ്പ് ചെയ്തു. നമ്മൾ വീണ്ടും
യാത്ര തുടരുകയാണ്. രാജപാളയം അങ്ങനെ നമ്മൾ ചെങ്കോട്ട ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് ആ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ, ആ വഴിയാണ് അച്ചൻകോവ് പോകുന്നത്. അച്ചൻകോവ്, തിരുമലക്കോവ്, ആ റൂട്ട്. ഇവിടെ നേരെ ചാരം മുന്നോട്ട് നിന്നിട്ട് വീണ്ടും അടുത്ത ടർണിങ്ങിന് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാട്ടർഫോൾസ് ആയിടുന്നത്? കുറ്റാലം. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് കുറ്റാലം. ചെങ്കോട്ട നമ്മൾ നേരെയാണ് കഴിച്ച് പോകുന്നത്. ചെങ്കോട്ടയുടെ രാത്രി കാഴ്ചകൾ. ആ ഭാഗത്തൊരു പാർക്കുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുള്ള ചെറിയൊരു പട്ടണമാണ്. അപ്പം അതിൻ്റെതായിട്ട് റോഡിനും ഒതുക്കമുണ്ട്, ഒതുക്കക്കുറവുണ്ട്. ഇവിടെ കണ്ടില്ലേ ഗൈസ്, നോക്ക്, അവർക്കൊന്നും ഹെൽമെറ്റ് വേണ്ട, അവനവൻ അനുഭവിക്കുക എന്നുള്ള മട്ടാണ്. നമ്മുടെ കേരളത്തിൽ അതിന് മനോഹരമായ ആചാരങ്ങളാണ്. എല്ലാവർക്കും 2 പേരുണ്ട്, 2 പേർക്ക് എന്താ ബിയെ അവിടെ വൺവേയോ? തിരുമ്പിയും വരവേണ്ടിയിരിക്കും അങ്ങനെ കണ്ടോ ഇരിക്കുമായിരിക്കും എഴുതിയേക്കുന്നത് അല്ലേ? ഇതൊന്നും കറക്റ്റ് അറിയത്തില്ല കേസ്, തമിഴാണ്. നമ്മളവിടെ നിന്ന് വീണ്ടും നമ്മൾ ലെഫ്റ്റ് എടുത്തു. ഇവിടെയൊക്കെ റോഡിന് നല്ല വീതി കുറവാണ്. കഷ്ടിച്ച് 2 വണ്ടി സൈഡ് കൊടുക്കത്തൊക്കെ ഭാഗമുള്ള വഴിയാണ്. തീരെ വഴിക്ക് വീതിയില്ലാത്ത ഏരിയ, തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം വീടിൻ്റെ മതിലുകളെല്ലാം ചിത്രങ്ങൾ, പല പല പരസ്യങ്ങൾ, പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ പാർട്ടിയുടെയൊക്കെ ആയിരിക്കാം ചിത്രങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ആ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയാണ് കാണാം ഇല്ലേ? കളർഫുള്ള് മതിലുകളാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോകുന്ന വഴിക്കെല്ലാം കുഞ്ഞു 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 അമ്പലങ്ങൾ, ഒരു കല്ലെടുത്ത് വെച്ച് ഇല്ലേ, എല്ലാം ഓരോ മരത്തിൻ്റെ മൂട്ടിലും കാണാം. എല്ലായിടത്തും അമ്പലങ്ങളാണ്. എല്ലാവരും അങ്ങ് ദൈവികമായിട്ട് മാറുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്ന അന്തരം. അത് നമുക്കൊരുമാതിരി വലിയ വലിയ അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ചരിത്ര പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമുണ്ടല്ലോ, തെങ്കാശി ശിവൻ്റെ അമ്പലമാണ്. തിരുമലക്കോവിലല്ല, അതി ഇവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല പാടം, അത് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയുള്ള സ്ഥലം. മധുര 152, അച്ചൻകോവിൽ 26. അച്ചൻകോവിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകാം അല്ലേ? പള്ളികളും സ്കൂളുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ലെഫ്റ്റാണ് അച്ചൻകോവിൽ പോകുന്നത്. ഇവിടെ അമ്പലത്തിലായ ഉത്സവമാണ്. നമ്മളേതോ ഒരു പാടത്തിൻ്റെ നടുക്ക് ഒരു ചായക്കട നോക്കി നമ്മൾ വണ്ടി അവിടെ ഇട്ടുണ്ട്. ചെറുക്കനെ അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത്
നമുക്ക് പോയി ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് വരാം. ടയറിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. വിത്തൗട്ടൊന്നൊന്നുമില്ല. ചേട്ടാ മൂന്ന് ചേട്ടാ സീരിയസ് ആയിട്ട് ചായ അടിക്കുക. ഹായ് ഹായ്. മുറുക്ക് കാര്യങ്ങൾ ചിപ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതേപോലെ നാഷണൽ പെർമിറ്റ് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകെ കൊണ്ടിട്ടിട്ടുണ്ട്. വീണ്ടും ഒരു നാഷണൽ പെർമിറ്റ് ഇവിടെ വന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. അത് കേരള വണ്ടിയാണ് കേട്ടോ. അത് കേരള വണ്ടി തന്നെ. ചേട്ടാ എന്താ ഒരു പേരിന് പേര്? ദേവതാന. അണ്ണാ ഇനി 2 ടീ വേണം. ഇനി 2 കൂടെ വേണം ടീ. ഗൈസ് അങ്ങനെ നമ്മൾ ദേവദാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ദേവദാനം ചെറിയൊരു ഗ്രാമപ്രദേശം. പറഞ്ഞു ചായക്ക് പറഞ്ഞിട്ടുണ്ട്. കട്ടൻ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ വണ്ടിയെടുത്ത് മുഖപൂര് നോക്കി പോവാണ്. ലക്ഷ്യമാക്കി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, വിജനമായ വഴി. ഉൾഗ്രാമമാണ് ഗൈസ്. ഉൾഗ്രാമം സേത്തൂര് മുഖപൂർക്ക് പോകുന്ന റൂട്ടാണ്. കയറി എത്ര ഇടം നമുക്ക് ചെറിയ റോഡാണ് കിട്ടിയത് ഇല്ലേ? കയറി എത്ര ഇടം ചെറിയ റോഡാണ് കിട്ടിയത്. ഇതിനുള്ളിലേക്ക് വന്നപ്പോഴത്തേനെ റോഡിൻ്റെ ഗതിയൊക്കെ മാറി നല്ല വീതിയായി നല്ല റോഡാണ്. എനിക്കറിയത്തില്ലാണ് അവിടെ നിങ്ങൾ കഴിഞ്ഞാണ് വന്നേക്ക്. കഴിഞ്ഞാൽ വന്നേ വട്ടണായി. ജംഗ്ഷൻ പോലും പകല് കറവില്ല. ഇവിടെ മൊത്തം വണ്ടിയാണ്. രസമായിരിക്കും. ഇന്റർലോക്ക് ഇട്ട് റോഡാണ് മൊത്തം. വിട്ടുപോകത്തേ ഉള്ളൂ ഇല്ലയോ? ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പം 3:11 3 മണിയായപ്പോഴത്തേന് നമ്മൾ ആൾക്കാരെ എല്ലാം കൊണ്ടിറക്കി. നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി
ബസ് സ്റ്റാൻഡിലേക്ക് പോവാ. നമ്മൾ വന്ന വഴി കുറച്ചുകൂടെ മുന്നേക്ക് പോവുകയാണ്. അവിടെ എവിടെയോ ഒരു കുറച്ച് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം നമ്മളോട് പറഞ്ഞത് അവർ റൂമിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാമെന്ന്. പക്ഷേ വണ്ടി അങ്ങോട്ട് കയറി പോയില്ല, കുറച്ചവിടെ വരെ കയറി. പിന്നെ ആൾക്കാർക്ക് ഇറങ്ങാൻ പോലും ഗ്യാപ്പില്ലാത്ത അവസ്ഥയായിപ്പോയി. ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി വീണ്ടും റിവേഴ്സ് ഇറക്കി വീണ്ടും നമ്മൾ വേറെ ബസ് സ്റ്റാൻഡിലോട്ട് സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ഇതൊക്കെ നേരം വിളിക്കുമ്പോൾ നല്ല തിരക്കാവുന്ന റോഡാണെന്നാണ് പറഞ്ഞത്. കാരണം മുമ്പ് നമ്മളിവിടെ ഇട്ടാ വണ്ടി തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയത്, റൂമിലേക്ക് പോയത്. മരക്കൊമ്പൊക്കെ ഒത്തിരി താന്ന് കിടക്കുവാണ് ഗൈസ്. എ സി പെട്ടിയിലൊക്കെ ചടപടപടാന്ന് കമ്പൊക്കെ ഓരോന്ന് സൗണ്ടൊക്കെ കേൾക്കാം. നമ്മളതിലുള്ള സൂക്ഷിച്ച് നോക്കി പൊന്നപ്പൊടിയെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ വന്ന് തിരിച്ചാൽ മതിയായിരുന്നു ഇല്ലയോ? റിസ്ക് എടുക്കുകയോ വേണ്ടായിരുന്നു. റിസ്ക് എടുത്തെങ്കിലല്ല റിസ്ക് സാപ്പിടാൻ പറ്റൂ ഉണ്ണിയെ. വേണ്ട 18 പോലും തികയാത്ത പാൽക്കാരൻ പയ്യ. എത്ര ദൂരം പോകണമെന്നറിയില്ല. നമ്മളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാനും കൊണ്ടാണ് ആ മുന്നിൽ പോകുന്ന ബൈക്ക് 2 പേര്. ആയിരിക്കാം. ആ ഓ അമ്പലത്തിൻ്റെ എന്തോ ഇവിടെ പൊങ്കാല ഏതാണ്ടെന്ന് പോട്ടെ. ഇതാ ബസ് സ്റ്റാൻഡ്. ഓ ഗൈസ് ഇതാണ് ബസ് സ്റ്റാൻഡ് ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാനായിരിക്കും. കറങ്ങി വരാൻ ഇങ്ങനെ വാ ഗോപു, ഉള്ളൊടിഞ്ഞു വാടാ. ആ വലത്തോട്ട് നിന്ന് കയറും. ഓക്കെ നേരെ കയറ്റിയിടാനോ? ആ ഓക്കെ. അവിടെ ആ ബസ്സിൻ്റെ പുറകെ പിടിച്ചോ. ആ ബസ് 3:45 ആകുമ്പം പോകും. അപ്പം ആ ബസ് പോയി കഴിയണ്ട നമുക്ക് അവിടെ എടുത്തിടാം. ആ എങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഒടിഞ്ഞ് ഇറങ്ങണം, നമുക്ക് ഒറ്റ ഒടിക്കുക ഇറക്കണം. അപ്പോൾ ഈ ബസ് മാറിയിട്ട് വേണം കേസ് നമുക്ക് അവിടെ വണ്ടി ഇടാൻ. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി ചെറിയൊരു വഴിയൊക്കെ ആയിരുന്നു. ഇതൊരു ബസ് സ്റ്റാൻഡായത്. ആ ബസ് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി എടുത്താൽ. ഈ കിടക്കുന്ന ബസ് 3:45 ആകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ വണ്ടി കിടക്കുന്നിടത്തോടെ നമ്മുടെ വണ്ടി എത്തിയിടാം. ചെറിയൊരു ബസ് സ്റ്റാൻഡ്, കൊച്ചൊരു ബസ് സ്റ്റാൻഡ്. പിന്നെ സ്ഥലം തീരെ കുറവാണ്. അതിൻ്റെ സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളാണ് ഇവിടെ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പിന്നെ കയറ്റി കാണണം. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ ബാക്കി വീഡിയോ ആയിട്ട് ബാക്കി കാണാം. അപ്പോൾ സന്ധ്യയ്ക്കും വരേക്കും വണക്കം.